പുരുഷോത്തമുണ്ട്. പ്രവീൺ, ഇപ്പോൾ അവന്തിക എന്ന ട്രാൻസ് വ്യക്തിയുടെ പ്രതികരണം, ആരോപണം അതിഗുരുതരമായ ആരോപണമായിരുന്നു. തന്നെ റേപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു എന്ന കാര്യമാണ് ആരോപണമായി ഉന്നയിച്ചിരുന്നത്. പക്ഷേ അത് തെറ്റാണെന്നും അവന്തിക തന്റെ നല്ല സുഹൃത്തായിരുന്നുവെന്നും ആ സൗഹൃദം എങ്ങനെയായിരുന്നു എന്ന് തെളിയിക്കുന്നതും തന്നെ അവന്തിക ആരാണ് ആ രൂപത്തിൽ സംസാരിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് സംശയിക്കത്തക്ക ഒരു ശബ്ദരേഖയുമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോൺ നിങ്ങളെ കാണിച്ചുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത്, എന്താണ് അതിൽ കാണാൻ കഴിഞ്ഞത് പ്രവീൺ? സ്മൃതി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നിലധികം ശബ്ദ സംഭാഷണങ്ങൾ യുവതികളുടേതായിട്ട് പുറത്തു വന്നിരുന്നു. അത് റിപ്പോർട്ടർ ടിവി സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു. അതിൽ ഒരെണ്ണത്തിന്റെ മാത്രം വിഷയത്തിൽ തനിക്കുള്ള വിശദീകരണം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയത്. അത് ആരോപണം ഉയർത്തിയ ആ വനിതയുടെ ശബ്ദം, അത് ആരോപണം ഉയർത്തുന്നതിന് മുമ്പ് നടന്ന സംഭാഷണ ശകലങ്ങൾ കേൾപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു കാര്യത്തിന് മാത്രം മറുപടി നൽകിയത്. മറ്റ് ഒരു ശബ്ദ സംഭാഷണം സംബന്ധിച്ചും ഒരു വിശദീകരണത്തിലേക്ക് പോകാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞിട്ടില്ല. ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു കാര്യം, MLA സ്ഥാനം രാജിവെക്കുമോ അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ ഒരു മറുപടി പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിട്ടില്ല. ആകെ ഇന്ന് മാധ്യമപ്രവർത്തകരെ ആരോപണങ്ങൾ വരുമ്പോൾ ചിലത് ശരിയായ കാര്യവുമായിരിക്കില്ല, അത്തരത്തിൽ കൂടി അതിനെ മനസ്സിലാക്കേണ്ടി വരും. ഇപ്പോൾ അവന്തികയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ മാത്രം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വിശദമായി തന്നെ പ്രതികരിക്കുന്നു. ആ ശബ്ദരേഖ പുറത്തുവിടുന്നു. പക്ഷേ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ വേറെയും നിൽക്കുകയാണ്, ശബ്ദരേഖ നിൽക്കുകയാണ്. ആ ചോദ്യം നിങ്ങളിൽ നിന്നുണ്ടായില്ലേ? സ്മൃതി, രാഹുൽ മാങ്കൂട്ടത്തിൽ ആമുഖത്തോടുകൂടി ഈ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം. പക്ഷേ നാം ആവർത്തിച്ച് ഏറ്റവും അവസാനം ചോദിച്ചിരുന്നു. പക്ഷേ അതിന് ഒരു മറുപടി പോലും പറയാതെ അദ്ദേഹം ആ മുറിക്കകത്തേക്ക് തിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. പുറകെ ചെന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ തിരിഞ്ഞു വന്ന് അല്പ സെക്കൻഡുകൾ മാത്രമാണ് രണ്ടാമതൊരു പ്രതികരണത്തിന് കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായത്. മറ്റ് ഒരു ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല. നേരെ മുറിക്കകത്തേക്ക് കയറി പോവുകയാണ് ചെയ്തത്. രാജ്യപ്രഖ്യാപനം നടത്തിയിട്ടില്ല. പ്രതിരോധിക്കുമ്പോൾ ഒരു വിഷയത്തിൽ തന്റെ പക്കലുള്ള തെളിവ് വെച്ച് പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരിക്കുന്നത്. രാജ്യപ്രഖ്യാപനം അദ്ദേഹം സ്വയം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. പാർട്ടിയെ പക്ഷേ ബുദ്ധിമുട്ടിക്കില്ല എന്നും ഒരേ സമയം പറയുന്നുണ്ട്. റോഷിപാലുണ്ട്. റോഷിപാൽ, ഇപ്പോൾ അവന്തിക എന്ന ട്രാൻസ് യുവതിയുടെ പ്രതികരണം, അത് നമ്മൾ മറ്റ് ആരോപണങ്ങൾക്കൊപ്പം ഉയർന്നു വന്ന ഒരു ആരോപണമായിരുന്നു. അതിന്മേൽ ആ ആരോപണം കള്ള ആരോപണമാണ് എന്ന് തെളിയിക്കുന്ന ശബ്ദരേഖ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിരത്താനാകുന്നു. അതിൽ അവന്തികയുടെ സംസാരം, രാഹുൽ മാങ്കൂട്ടത്തിലെ സംസാരം ഒക്കെ തന്നെ അതിൽ വ്യക്തമായി കേൾക്കാം. അതിൽ ഒരു കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന രൂപത്തിൽ തന്നെ അതിനെ മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഗൗരവപ്പെട്ട വേറെയും തെളിവുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിനോട് പ്രതികരിക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ രാഹുലിന്റെ നീക്കം എന്താണ് മനസ്സിലാക്കാനാവുന്ന റോഷിപാൽ? സ്മൃതി, അവന്തിക എല്ലാ TV ചാനലുകൾക്ക് മുന്നിലും ക്യാമറയ്ക്ക് മുന്നിൽ വ്യക്തമായി എന്താണ് തനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുണ്ടായ ദുരനുഭവം എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഇത് അതിന് എത്രയോ മുമ്പ് ഉള്ള ഒരു ശബ്ദമാണ്, ഒരു റിപ്പോർട്ടറുമായി സംസാരിക്കുന്നതാണ്. ഈ ഒരു വിശദീകരണം കൊണ്ട് അവന്തികയ്ക്കുണ്ടായ ദുരനുഭവം മാറില്ല. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴുള്ള വിശദീകരണം അത് തെറ്റാണ്, അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പോലും ഉത്തരം നൽകാതെ ഒളിച്ചോടുന്ന രാഹുൽ മാങ്കൂട്ടത്തെയാണ് അല്പം മുമ്പ് നമ്മൾ കണ്ടത്. കാരണം അതിനേക്കാൾ അതീവ ഗുരുതരമായ ഒരു യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭഛിദ്രം ചെയ്യാൻ വേണ്ടി ഭീഷണിപ്പെടുത്തുന്ന, അസഭ്യം പറയുന്ന വീഡിയോ ഉണ്ട്. ആ പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ പോലും താൻ തയ്യാറാണെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള സംഭാഷണമുണ്ട്. ആ തരത്തിലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഈ അവന്തിക അതിനു മുമ്പ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടറിലടക്കം അവന്തിക ഇരുന്ന് ഏറെ നേരം സംസാരിച്ചാണ് രാഹുൽ വഴി തനിക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ട്, രാഹുൽ തന്നോട് എങ്ങനെ പെരുമാറി, തന്നോട് റേപ്പ് ചെയ്യും എന്ന് ആവശ്യപ്പെട്ടു, അതിനുവേണ്ടി സംസ്ഥാനത്തിന് പുറത്തേക്ക് വരണമെന്നടക്കം ആവശ്യപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് ഏതെങ്കിലും മാധ്യമങ്ങളല്ല, അത് അവന്തികയാണ്. അവന്തിക ഓരോ ചാനലുകൾക്ക് മുന്നിലും വന്നാണ് പറഞ്ഞത്. അപ്പോൾ അവന്തികയ്ക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം.